പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബശ്രീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുടുംബശ്രീയിൽ തന്നെ ഹരിതകർമ്മ സേനയിലേക്കൊക്കെയുള്ള നല്ല നല്ല പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റ് എന്നും അതുപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇതിനകത്ത് സെപ്റ്റംബർ 5-ാം തീയതി തന്നെ 5-ാം തീയതിയും 4-ാം തീയതി 3-ാം തീയതിയൊക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസികൾ പലയിടത്തും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, വേക്കൻസി നോട്ടിഫിക്കേഷൻ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയുടെ വിളിച്ചിട്ടുണ്ട്, എറണാകുളത്ത് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ വിളിച്ചിട്ടുണ്ട്, കോഴിക്കോട്, കണ്ണൂര്, പത്തനംതിട്ട, മലപ്പുറം, കൊല്ലം, വയനാട്, തിരുവനന്തപുരം, അതുപോലെ തന്നെ കാസർഗോഡ്, പാലക്കാട്, കോട്ടയം എന്നിങ്ങനെ ഏകദേശം എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കുടുംബശ്രീ കോർഡിനേറ്ററിലേക്ക് എന്ന് പറയുമ്പോൾ ഹരിതകർമ്മ സേനയുടെ കുടുംബശ്രീ കോർഡിനേറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു ജില്ലയുടെ എടുത്തു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്കിതിൽ ആദ്യം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ നോട്ടിഫിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇത് നമ്മുടെ ഹരിതകർമ്മ സേനയുടെ കുടുംബശ്രീ ഡിസ്ട്രിക്ട് മിഷൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മ സേനയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, തസ്തികയുടെ പേര് ഹരിതകർമ്മ സേന കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ജില്ലയുടെയും വന്നിട്ടുണ്ട്. ഇതിന്റെ യോഗ്യത നിങ്ങൾ കണ്ടല്ലോ, ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, 2 വർഷത്തെ ഫീൽഡ് ലെവൽ പരിചയം കൂടി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. പ്രതിമാസം നിങ്ങൾക്ക് 25,000 രൂപയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തസ്തിക വിളിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ വേക്കൻസികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞതിൽ ഒരെണ്ണേ ഉള്ളൂ, മറ്റതിന് 86 കൊടുത്തിട്ടുണ്ട്. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം സ്ത്രീകൾ മാത്രം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മറ്റതിൽ പുരുഷന്മാർക്ക് വേണം കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റും 25 മുതൽ 40 വരെയാണ്. പ്രതിമാസം 10,000 രൂപയാണ് അതിനകത്ത് പറയുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ഇതിനകത്ത് പറയുന്നുണ്ട്. അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും നേരിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും, ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഈ പറയുന്നത്, www.kudumbashree.org എന്ന് പറയുന്നതാണ് ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനായിട്ട് കഴിയും. ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ആണ് എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്ത് നിങ്ങൾ എത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട്, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 12 ആണ്. വൈകുന്നേരം 5 മണി വരെ എന്ത് ചെയ്യും, അപേക്ഷകൾ ക്ഷണിക്കുന്നതായിരിക്കും. ഭാഗികമായി പൂരിപ്പിച്ചതോ അവ്യക്തമായ അപേക്ഷകളോ എന്ത് ചെയ്യും, നിരുപാധികം നിരസിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ ഫീസായിട്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തൃശ്ശൂർ ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കണം. അപ്പൊ 200 രൂപയാണ് ഇതിന്റെ പേയ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗങ്ങൾ അതുപോലെ തന്നെ കുടുംബശ്രീ ആണെന്നുള്ളതിന്റെ വെയിറ്റേജ് മാർക്കിന് അപേക്ഷ എന്ത് ചെയ്യും, അതിനുള്ള വെയിറ്റേജ് മാർക്കുകളും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. യാതൊരു കാരണവശാലും മത്സര സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ HKS COD2 അല്ലെങ്കിൽ COD3 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. ഓരോ കോഡിലുള്ള തസ്തികകൾക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണെന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ മുകളിൽ കാണുന്ന ലിങ്ക് വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ കഴിയും, www.kudumbashree.org എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലേക്കും നിങ്ങളുടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം എല്ലാ ജില്ലകളിലേക്കും ഈ പറയുന്ന കോർഡിനേറ്ററിലേക്കും അതുപോലുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും PG ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ജോലികൾ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ. നമുക്ക് കിട്ടുന്ന ചാൻസുകൾ, അതിപ്പോ ഏത് മേഖലയിൽ നിന്നായാലും കിട്ടുന്ന ചാൻസുകൾ എന്ത് ചെയ്യരുത്, വെറുതെ കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് PSC പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക.
പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.